രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചുവരവിനുള്ള വേദി ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പീഡനവും ഗർഭചിത്ര ആരോപണങ്ങളുമൊക്കെ ഏതാണ്ട് അവസാനിച്ചെന്ന് തോന്നുന്നു. വ്യാജ വാർത്ത ചമയ്ക്കുന്നവർ ഏതാണ്ട് മടുത്ത അവസ്ഥയാണ്. അങ്ങ് ബാംഗ്ലൂർ വരെ പോയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ട തെളിവുകളൊന്നും ലഭിച്ചിട്ടുമില്ല. രാഹുലിന്റെ കാര്യത്തിൽ നടക്കുന്നത് ഇരുട്ടിൽ രചിച്ച തിരക്കഥയും ഇരുട്ടത്ത് തപ്പിയുള്ള അന്വേഷണവും തന്നെ. ആരോപണം ഉന്നയിച്ചവർക്കൊന്നും പരാതിയില്ല. കഥയുടെ കാതൽ എന്ന് വിശേഷിപ്പിച്ച ഗർഭചിത്രത്തിന് വിധേയയായ പെൺകുട്ടി പോലീസിന് മുന്നിൽ സ്വകാര്യമായി പോലും ഒരു പരാതിയും നൽകിയിട്ടുമില്ല. അതിനാൽ തന്നെ കുറെ ചെളി വാരി എറിഞ്ഞ് രാഹുലിനെ തുരത്താനുള്ള പദ്ധതികളെല്ലാം ഏതാണ്ട് പൊളിഞ്ഞ അവസ്ഥയിലാണ്. നുണക്കഥകളാണെന്നറിഞ്ഞതിനാൽ തന്നെയാണ് പാലക്കാട്ടെ ജനങ്ങൾ ഒന്നടങ്കം രാഹുലിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നതും. ആരോപണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ 20 ദിവസങ്ങളായി മണ്ഡലകാര്യങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിയന്ത്രിച്ചിരുന്ന രാഹുൽ ഇനിയും മാറി നിൽക്കുന്നത് നന്നല്ല എന്ന ചിന്ത പ്രവർത്തകരുടെ മനസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് മേധാവിത്വമുള്ള മണ്ഡലത്തിൽ ഇനിയും രാഹുൽ മാറി നിൽക്കുന്നത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നെന്നും അദ്ദേഹത്തിന് പിന്തുണ വർദ്ധിച്ചെന്നുമാണ് കോൺഗ്രസിനകത്തെ വിലയിരുത്തൽ. അതിനാൽ തന്നെ രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നുമുണ്ട്. പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്നും KPCC ആവശ്യപ്പെട്ടാൽ രാഹുലിന് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കുമെന്നും പാലക്കാട് DCC സെക്രട്ടറി A തങ്കപ്പൻ ഉൾപ്പെടെ പറയുമ്പോൾ രാഹുൽ തിരികെ വരണമെന്ന താല്പര്യം തന്നെയാണ് ഏവരിലും നിറഞ്ഞു നിൽക്കുന്നതെന്നും മനസ്സിലാകും. സ്വകാര്യ പരിപാടികളിൽ നിന്ന് പൊതുപരിപാടികളിലേക്ക് നീങ്ങി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാക്കുമെന്നുള്ള വിലയിരുത്തലിലാണ് നിലവിൽ നേതൃത്വം. തിരിച്ചുവരവ് സൈബർ കൊട്ടേഷൻ ആണോ എന്ന ചോദ്യം ഉൾപ്പെടെ ഉയർന്നു വരുമ്പോൾ രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുമെന്ന തരത്തിലാണ് കോൺഗ്രസിൽ നിന്നുള്ള വാദങ്ങൾ ഉയരുന്നത്. എന്നാൽ അന്തിമ തീരുമാനം എന്നത് KPCCയുടേതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിന് പിന്തുണയേറിയ സാഹചര്യത്തിൽ രാഹുൽ അടഞ്ഞ അധ്യായം എന്ന സതീശന്റെ വാക്കുകൾക്ക് വിഭിന്നമായി രാഹുൽ വീണ്ടും പാലക്കാട് സജീവമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.